വാർഷികമാണ് നമ്മുടെ സ്നേഹദീനത്തിൻ്റെ. കൂടാതെ അമ്മയുടെ 12ാം വാർഷിക ചരമദിനവും കൂടി ആചരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും സ്വാഗതം. ഇത് ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ പ്രദീപ്. ദൈവമേ കാത്തുകൊള്ളും കൈവിടാതെ ഞങ്ങളെ നാവികൻ നീ ഭവാതിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയ നിന്നിടും പോലുള്ള നിന്നെ ആസ്പന്ദമാകണം. സ്വാഗതം ആശംസിച്ചതിന് വേണ്ടി നമ്മുടെ നമസ്കാരം. ഈ മൈക്ക് മാറ്റാറായില്ലേ എന്നാണ് നമ്മുടെ ട്രസ്റ്റ് സെക്രട്ടറി ചോദിച്ചത്. നമുക്കങ്ങനെ പഴയതൊക്കെ മാറ്റാൻ പറ്റുമോ? പഴയതൊന്നും നമ്മൾ മാറ്റുന്നില്ല. അതുകൊണ്ട് ഓൾ ഈസ് ഗോഡ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ലക്ഷ്യവും അതാണ്. ഇന്നത്തെ നന്മകളാണ് നാളത്തെ സമാധാനം. ഇന്ന് നമ്മൾ നന്മകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നാളെ നമുക്ക് ദുഃഖിക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ തിന്മകളിലൂടെ സഞ്ചരിച്ചാൽ എല്ലാവർക്കും അറിയാം, സുനിശ്ചിതമാണ് നമ്മൾ വിഷമിക്കും. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മളുടെ വാർഷിക സംഗമം. കൂടാതെ നമ്മൾ ജൂൺ 30 ഈ വാർഷിക സംഗമം നടത്തുന്നത് തന്നെ. മെയിനായിട്ട് നമ്മളുടെ ചെയർമാന്റെ മൈക്കൽ സാറിന്റെ അമ്മയുടെ ഓർമ്മദിനം കൂടിയാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വാർഷികം തന്നെ, അതിന് വാർഷികം എന്നുള്ള പേരില്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അമ്മയുടെ ഓർമ്മദിനം ആഘോഷിക്കുന്നു എന്ന പേരായിരുന്നു. അതിപ്പം കുറച്ചും കൂടി പരിഷ്കരിച്ച് വാർഷിക പൊതുയോഗം എന്നാക്കിയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിൽ നിന്ന് പിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നമ്മളുടെ ഈ സ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ ഈ കൂട്ടായ്മ ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഭയപ്പെടേണ്ട ശക്തമായ കരങ്ങൾ നമ്മോടൊപ്പം എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ബോർഡ്, അല്ലെ? ഭയപ്പെടേണ്ട ശക്തമായ കരങ്ങൾ നമ്മോടൊപ്പം. ശക്തമായ കരങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ജഗദീശ്വരന്റെ കരങ്ങളാണ്. ആ കരങ്ങൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ജഗദീശ്വരനെ മാറ്റിവെച്ചിട്ട് ഭയപ്പെടുന്നു എന്നാണ് അർത്ഥം. ജഗദീശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ശക്തി അല്ലെങ്കിൽ മറ്റൊരു ശക്തി നമ്മളെ തകർക്കാനാവില്ല. ഈശ്വരനെ നമ്മളെ ധ്യാനിച്ചാൽ നമ്മളുടെ കൂടെയാണ് എന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാനിത് ഈശ്വരന്റെ ശക്തമായ കരങ്ങളോടൊപ്പം സ്നേഹദീപത്തിന്റെ ദൃഢമായ കാൽവയ്പ്പുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശക്തമാണ്, ഒരിക്കലും
വൃദ്ധജനങ്ങളുടെ ഒരു ക്ഷീണത്തിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല. അതാണ് സ്നേഹതീരം. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒന്ന് രണ്ട് ഇൻവെസ്റ്റിന്റെ റിലേറ്റീവ്സ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങളുടെ സ്നേഹതീരം എന്ന ആ സ്ഥാപനത്തിന്റെ പേരിന് 100 മാർക്കാണ്. കാരണം അതേമാരെ ഇവിടെയുള്ളവരോട് സമീപിക്കുന്നു എന്നുള്ളത്. ഞാൻ കുറച്ച് പൊക്കി പറഞ്ഞതല്ല കേട്ടോ, ഉള്ള കാര്യമാണ്. പക്ഷെ അതാണ് നമ്മളുടെ സഹകരണം. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു നന്മ അടുത്തിരിക്കുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ, അതാണ് നമ്മുടെ ദൗത്യം. നമ്മളെ ജഗദീശ്വരനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. അല്ലാതെ മറ്റൊരുവനെ അടിച്ച് താഴെ ഇടുന്നു പറഞ്ഞല്ല ജഗദീശ്വരൻ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കാനും നമ്മുടെ ഒരു കൈത്താങ്ങുകൊണ്ട് അവർക്ക് ഒരാശ്വാസമാകുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സൽക്കർമ്മം. ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ മുഹൂർത്തം, ഈ സംഗമം ഇവിടെ നമുക്ക് കൂടാൻ സാധിച്ചതിൽ ജഗദീശനോട് നന്ദി പറയുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ലോകാധ്യക്ഷൻ ശ്രീ മുരുകൻ സാർ, സ്നേഹതീരം നേതാജി ചാരിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ മോഹനൻ സാർ, ചാരിറ്റി ഫൗണ്ടേഷൻ ട്രഷറർ ശ്രീ ഗോവിന്ദ പൈ സാർ, അവരാണ് വേദിയിലിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഒരുപക്ഷെ ഓരോ സമയങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരെ കാണുന്നുണ്ട്. ഏത് പോസ്റ്റിലുള്ളവരാണ്, ഇവരെന്താണ് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ മഹത് വ്യക്തികൾക്ക് അർഹമായ സ്വാഗതം. ഇതിനേക്കാളും കുറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ ഇടയിലുണ്ട്. മഹത് വ്യക്തി എന്ന് പറയുന്നതല്ല, കുറഞ്ഞ വ്യക്തി. സ്നേഹതീരത്തിന്റെ ചെയർമാൻ ശ്രീ വിജി മൈക്കൽ നമ്മോടൊപ്പം എവിടെയോ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹത്തോടെ എവരുടെയും പേര് ഹാർദവമായ സ്വാഗതം. ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളുടെ ഈ സ്നേഹതീരം എന്ന സ്ഥാപനത്തിന്റെ അച്ഛനമ്മമാരാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ഹാർദവമായ സ്വാഗതം. നമ്മോടൊപ്പം ഇന്നത്തെ ഈ ഫംഗ്ഷനിലേക്കായിരിക്കുന്ന മറ്റു വ്യക്തികൾ, നമ്മുടെ ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. അതിനേക്കാളും ഒരു നമ്മുടെ പാർട്ടി പ്രവർത്തക ജ്യോതി മാം നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു സുന്ദര മുഹൂർത്തം തന്നെയാണ്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അതിഥികൾക്കും സ്നേഹതീരത്തിന്റെ ഹാർദവമായ സ്വാഗതം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്നേഹതീരം എന്ന് പറയുന്നത് കുറച്ചു പേര് ഒരു പേര് എഴുതി വെച്ചിട്ട് കുറച്ച് പൈസ ഇറങ്ങിക്കൊണ്ടൊന്നും ആവില്ല. സ്നേഹതീരമാവുന്നത് അവിടുത്തെ സേവനവും പരിചരണവും വ്യക്തമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കാതെ, മനസ്സ് സന്തോഷിക്കുന്ന തരത്തിൽ, ആശ്വസിക്കുന്ന തരത്തിൽ മുന്നോട്ട് നയിക്കാൻ മുൻകൈ എടുക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ്. ഇപ്പോൾ 21 സ്റ്റാഫുകളും നിലവിലിപ്പം ഇവിടെയുണ്ട്. സാധാരണ നമ്മൾ പറയില്ലേ, ആപ്പിള് വാങ്ങാൻ പോയി കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആപ്പിളെല്ലാം നല്ലതാണ്, ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് പറഞ്ഞമാരാണ്. ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. കുശുമ്പും കുറുമ്പൊക്കെ കുറെ ഉണ്ട്. അതൊക്കെ ആർക്കും ഇല്ലാത്തത്, എല്ലാവർക്കും ഉണ്ടാകും കുശുമ്പും കുറുമ്പും. ഓരോരുത്തരും പരാതിയും പരിഭവമൊക്കെ പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, സ്വാഭാവികമാണ്.
മനുഷ്യ സഹജമാണ്. ഏതായാലും നമ്മുടെ ഈ സ്നേഹതീരം സ്റ്റാഫിന് എവരുടെയും പേര് ആദ്യമായ സ്വാഗതം. നമ്മുടെ ചെയർമാൻ ശ്രീ ബിജു വൈറ്റ്, ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ മോഹനൻ, ഫൈനാൻസ് കൺട്രോളർ ശ്രീ പൈ, മറ്റ് നമ്മുടെ വാർഡ് മെമ്പർ ജ്യോതി, മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സ്, വൃദ്ധസദന മെമ്പേഴ്സ്, സ്നേഹതീരം കുടുംബാംഗങ്ങളെ, ജീവനക്കാരെ, നമുക്കറിയാം ഈ സ്ഥാപനം തുടങ്ങിയത് 1910 ഏപ്രിൽ 18-നാണ്. ഇന്ന് 16 വർഷം തികയുകയാണ്. ഈ മെയ് 30-ാം തീയതിയാണ് നമ്മൾ വാർഷികം ആഘോഷിക്കാറ്. എങ്കിലും ഈ സ്ഥാപനം തുടങ്ങിയത് മൈക്കിളിന്റെ അമ്പത്തിന് വേണ്ടിയാണ്. ആ അമ്മയുടെ നാമധേയത്തിൽ ഇന്ന് നമുക്ക് 16ാമത് വാർഷികം ആഘോഷിക്കാനും അമ്മയുടെ 12ാമത് ചരമവാർഷികം ആഘോഷിക്കാനുമുള്ള അവസരം സുഗമമായിരിക്കുന്നു. ഈ അവസരത്തിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ യോഗ നടപടികളിലേക്ക് ആരംഭിക്കുകയാണ്. കാരണം നമുക്കറിയാം, സ്നേഹതീരം തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് പലവിധ ഉദ്ദേശങ്ങളും പലവിധമായ എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ എതിർപ്പുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് 16 വർഷത്തിലേക്ക് കിടക്കുന്നത്. ഈ 16 വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യകാലം നമുക്കുണ്ടായിരുന്ന ആ അവസ്ഥ 19,000 രൂപകളും ചെയർമാന്റെ കയ്യിൽ നിന്നും മുടക്കിയാണ് നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എങ്കിൽ ഇന്ന് ഈ സ്ഥാപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭനഷ്ടം കൂടാതെ നല്ല രീതിയിൽ തുടർന്നു പോകാനായിട്ടുള്ള അവസരം ദൈവം നമുക്കുണ്ടാക്കി തന്നിരിക്കുകയാണ്. ഈ അവസരത്തെ ദൈവത്തിന് നന്ദി പറയുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നിങ്ങളുടെ എല്ലാം ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്നേഹതീരം എല്ലാവരുടെയും സ്നേഹത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പലർക്കും പല രീതിയിലാണ്. ആ രീതി മെച്ചപ്പെടുത്തുന്നതിനും അതിൻ്റെതായ ദോഷങ്ങൾ ഇന്നിപ്പോ ഈ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ മക്കൾ വിദേശങ്ങളിലേക്ക് പോയി ചേർക്കുകയാണ്. മാതാപിതാക്കന്മാരെ നോക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ മാറണമെങ്കിൽ ഇവിടെ അതിനുള്ള വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും നിലവിൽ ഉണ്ടാകണം. അതിനുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് ഇന്ന് നമ്മുടെ മന്ത്രിസഭ വന്നിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൃദ്ധസദനങ്ങൾ കുറയുകയും വൃദ്ധസദനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഈ വൃദ്ധസദനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. സ്നേഹതീരത്തെ സംബന്ധിച്ച് നമസ്കാരം. ഞാൻ മാറ്റാൻ ചോദിച്ചാൽ എന്നെ പേര് സംഭവമാക്കി എന്റെ മാറ്റുന്ന സാധനങ്ങൾ നമ്മൾ മാറ്റുന്ന കാലം മാറ്റും, സംശയം വേണ്ട. അതിനെ മാറിയോട്ടെ. നമ്മുടെ അധ്യക്ഷൻ മുരളീധരൻ, നമ്മുടെ ബന്ധപ്പൻ പൈസാദ്, നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട മൈക്കിലേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഒരു 16 വർഷം മുമ്പ് മൈക്കിലേട്ടന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇത് സ്നേഹതീരം ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. അതായത് മൈക്കിലേട്ടന്റെ അമ്മ നമ്മുടെ വിട്ട് വന്നിട്ട് 12 വർഷം കഴിയാണ്. ഓരോരുത്തർക്കും ഇതൊരു വൃദ്ധസാധനം എന്നല്ല, നമ്മുടെ കുടുംബ കൂട്ടായ്മ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കുറെ പേര് എല്ലാവർക്കും ഒരു വലിയൊരു കുടുംബം, അതെങ്ങനെ കൂട്ടാനും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനും എത്ര നിയോഗം അതിന് മൈക്കിലേറ്റുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൂടാൻ പറ്റിയത്. അത് മൈക്കിലേറ്റ് നിയോഗമാണ്. ഓരോരുത്തർ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ ജന്മങ്ങളും നാടിനെ രക്ഷിക്കാനെങ്കിലും ആളുകളെ രക്ഷിക്കാനെങ്കിലും ഓരോ കാലഘട്ടത്തിലും ഓരോ ജന്മങ്ങൾ അവതാരങ്ങൾ നമ്മൾ വിളിക്കുന്ന സാധനം അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നിയോഗം മൈക്കിലേറ്റുന്നുണ്ട്. അതുപോലെ നമുക്കിങ്ങനെ കൂടാനുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? അതാണ് ഹാപ്പി പറയുന്നത്. ഹാപ്പി അല്ലേ? കയ്യൊക്കെ പോയി എന്നാൽ കയ്യൊക്കെ പോയി ഹാപ്പി ആയിരിക്കാവുന്ന കാര്യങ്ങൾ. അതാണ് ഇതൊക്കെ കുടുംബസംഘം മുടങ്ങാതെ വൃദ്ധസാധനം എന്നല്ല. വൃത്തി എന്ന് വെച്ചാൽ വൃത്തി നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ഏറ്റവും വൃത്തിയിലെത്തുന്ന സമയം പല അനുഭവങ്ങളിൽ കൂടുതലും ഈ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. അതൊരു പക്ഷേ എല്ലാവർക്കും ഇനി വരുന്ന തലമുറക്ക് ഒരു പാഠമായിട്ടായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ്. പല പല അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും പറയുക. അതുപോലെ ഇപ്പൊ നമ്മളൊരു പുതിയ ബിൽഡിങ്ങിന്റെ
നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ നേരത്തെ പ്രസാദം എന്നൊക്കെ വെച്ചാല് ഈ മൈക്രോട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരെങ്കിലും ഉത്തരവൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെ ആൾക്കാർ വരുമോ എന്നത് തോന്നിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ വെള്ളമൊക്കെ കാശോട് മേടിക്കാൻ തുടങ്ങി. നേരത്തെ നമ്മൾ കുടിക്കാൻ അതുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, പോപ്പുലേഷൻ കുറവുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ വെള്ളം കാശ് മേടിക്കാൻ നമ്മൾ ചിന്തിച്ചില്ല. ഇനി അധികം താമസിക്കാൻ ഹലോ, ഈ വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തരും പേരെടുത്ത് പറയണമെന്നല്ല, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ധരിപ്പിക്കണം. അപ്പൊ നമ്മളിത് മുദ്രസാധനം എന്ന് പറയുമ്പോൾ മോഹൻചേട്ടൻ പറഞ്ഞാൽ മുദ്രസാധനം എന്ന് പറയാൻ പറ്റില്ല. ഒരു വലിയൊരു കുടുംബം, ഒരു കൂട്ടുകുടുംബം പഴയ കാലത്ത് ഇത് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമാണ്. ഈ കൂട്ടുകുടുംബത്തില് വന്നവരാരും തിരിച്ചു പോകാറില്ല. ഇവിടെ തന്നെ ഇന്ന് ഇവിടെ ഇതായിട്ട് ചെയ്യാനാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലായിരിക്കുന്നത്. ഞങ്ങൾ ആ കൂട്ടുകുടുംബത്തിലേക്ക് വരാൻ ഇനി ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഒരു സൗകര്യം. പിന്നെ നമ്മുടെ ഈ സ്നേഹത്തിന് തുടങ്ങി ആ വർഷം എല്ലാവരെയും വിളിച്ച് നാട്ടുകാരെല്ലാവരെയും വിളിച്ചൊരു സൽക്കരണം നടത്തിയിരുന്നു. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ വന്നിരുന്ന ആ സമയത്ത് ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും സ്നേഹദിനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ സെൽഫ് എലിമിനേഷൻ എന്നുള്ള സംഭവം നടക്കുന്നുണ്ട്. എല്ലാവരും അത് ചെയ്യണം. എല്ലാ അമ്മമാരെ അച്ഛന്മാരെ കൂടെ ചെയ്യിപ്പിക്കണം. അത് ചെയ്തു തുടങ്ങിയ നിങ്ങൾ തുടങ്ങിയിട്ടില്ല. ഈ 30-ാം തീയതി വരെ നമുക്ക് ഫോണിലൂടെ തന്നെ ചെയ്യാം. അതിന്റെ സൗകര്യമുണ്ട്. അത് എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അത് ചെയ്ത് നോക്കുക. അത് പിന്നെ എല്ലാവരും ആശംസകളും നേരുന്നേ. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരമ്മ അവിടെ ഒരു കുഞ്ഞിനെ വെച്ചിരുന്നു. ഇങ്ങനെ വളരെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ കാര്യം തന്നെ പറയാം. വയസ്സായ ആൾക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞുപോയി. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, 16 വയസ്സാവില്ല. അതിനുള്ള വിദ്യയും ഇല്ല. പിന്നെ ഇവിടെ കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ മാത്രമാണ്. അതിന്റെ ഒരു ചെറുപ്പക്കാരോട് ഒരു ഉപദേശം കൊടുക്കാം. ചെറുപ്പക്കാരാണല്ല ഒരു 10-15 കൊല്ലം 10-20 കൊല്ലം കഴിയുമ്പോൾ വൃദ്ധസദനത്തിലൊന്ന് കിടക്കേണ്ടത്. അത് ഇതിനകത്ത് ഇവിടെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കത്തില്ല, വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാ. ബഹുമാനം എല്ലാവരും തന്നെ കല്യാണം കഴിച്ചതാണ്. അവർക്കൊരു ഉപദേശം ഞാൻ കൊടുക്കാം. ഈ കുട്ടികളുണ്ടാകുമ്പോൾ 1-2 കുട്ടികളുണ്ടാവും. അപ്പൊ കുട്ടികൾ ഉണ്ടാകുന്ന സമയം തുടങ്ങി ആ കുട്ടികൾക്ക് ചെലവാക്കുന്ന ചെലവ് എത്രയെന്ന് നോക്കിക്കൊണ്ട് അത്രയും കാശ് ബാങ്കിലിടുക. നമ്മ ഒരു കൊച്ചിനെ വളർത്തുന്ന ഒപ്പം തന്നെ ബാങ്കിൽ ഒരു കൊച്ചിനെ വളർത്തുക. അവസാനം ഒരു 20 പെൺകുട്ടികളാണെങ്കിൽ ഒരു 10-22 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കും. ആൺകുട്ടികളാണെങ്കിൽ ഒരു 10-25 വയസ്സാകുമ്പോഴൊക്കെ കല്യാണം കഴിക്കും. എങ്ങനെ വന്നാലും ശരിയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എത്രയാണ്, അത്രയും കാശ് ബാങ്കിൽ തന്നെങ്കിൽ ആ ബാങ്കിലെ കുട്ടിയെ നമ്മൾ നോക്കിക്കോളും. ഉറപ്പാണ്. അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ കാരണം പൂർവ്വജന്മത്തിൽ ചെയ്ത പാവങ്ങളാണ്. പുണ്യങ്ങളും ദുഃഖങ്ങളായിട്ട് വരും കേട്ടോ. പുണ്യങ്ങളും ദുഃഖങ്ങളായിട്ട് വരും. പുണ്യങ്ങൾ ദുഃഖങ്ങളായിട്ട് തന്നെ എങ്ങനെയാണെന്ന് അറിയാവുന്നത്. പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പുണ്യം അനുഭവിക്കാൻ വേണ്ടി ജന്മം കൊടുക്കേണ്ടി വരും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തിന്റെ ഫലമായ ദുഃഖം അനുഭവിക്കാൻ വേണ്ടി ജന്മം കൊടുക്കേണ്ടി വരും. ഈ ശാന്തിയും സമാധാനവും അന്വേഷിച്ചുകൊണ്ടും എന്തെങ്കിലും കുറച്ച് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും അതിവിടെ വന്ന് എല്ലാവരും സമാധാനത്തോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും എല്ലാവരും ഒരു സഹോദരങ്ങളാണെന്നുള്ള ധാരണയിൽ പോവാം എന്നുള്ള ധാരണയിലാണ് ഇവിടെ വന്നത്. ഈ ശാന്തി സമാധാനവും നമുക്ക് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഈ കൂട്ടായ്മയിൽ എത്തില്ലായിരുന്നു. നമസ്കാരം. ആരും കൈ
വേറെ ആരും കരുതണ്ട ഈ സംശയങ്ങൾ തീർക്കാൻ ആരാണ് എന്ന് ചിന്തിക്കണ്ട. വലിയ ഒരു ബാങ്കാണ് അതിന്. ആ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും അറിവിന്റെ ബാങ്കാണ്. അതിനേക്കാൾ അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിലും നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സ്നേഹതീരത്തിന്റെ ചെയർമാൻ ശ്രീ VG മൈക്കൽ. അഭിമാന പുരസ്സരം നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മളുടെ ഈശ്വര പ്രാർത്ഥനയിൽ പറഞ്ഞു ചൊല്ലിയ വാക്കുകളുണ്ടല്ലോ, എവരെയും കാത്തുകൊള്ളണേ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ബോർഡിൽ എഴുതിയ വാക്കുകളും അമുഖത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകളും എല്ലാം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദൈവമേ നമ്മളെ കാത്തുകൊള്ളണേ. നമുക്ക് ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല എന്നതാണ് എന്റെ വിശ്വാസം. ആ സമയമാണ് ഞാൻ പറഞ്ഞത്, ഈശ്വര ചിന്ത മാറ്റിവെച്ചിട്ട് മറ്റൊരു ശക്തി നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നീ തിന്മ ചെയ്യൂ എന്നുള്ളത്. ഞങ്ങളെ നീ കാത്തുകൊള്ളണേ എന്നുള്ളത് വളരെ ഏവർക്കും ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത വാക്കുകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മളുടെ സ്നേഹതീരത്തിന്റെ സ്റ്റാഫുകൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ പ്രയർ ചെയ്യാറ്. എനിക്ക് തോന്നുന്നു അധികം നമ്മളുടെ മൈക്കിലേക്ക് ആ പ്രയർ വരുന്നത് നന്മകൾ ചെയ്യുവാനും പുഞ്ചിരിച്ച മുഖത്തോടെ മറ്റുള്ളവരെ പരിചരിക്കാനും ആവശ്യമായ സേവനം നിസ്വാർത്ഥമായി ചെയ്യുവാനും സാധിക്കണേ ഈശ്വര എന്നുള്ള പ്രാർത്ഥന. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന 2-3 വരികൾ നമ്മൾക്ക് ഇവിടെ കേൾക്കാം. ഞങ്ങളെ നീ ഓ മാതാവേ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെ നീ ഓ മാതാവേ കാത്തുരക്ഷിക്കണമേ. ഇഹലോക ക്ലേശങ്ങളിൽ ഞങ്ങളെ നീ കാണുമ്പോൾ ഞങ്ങളെ നീ ഓ മാതാവേ കാത്തുരക്ഷിക്കണമേ. നിങ്ങളുടെ പുത്രൻ ഈശോയോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ഞങ്ങളെ നീ ഓ മാതാവേ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെ നീ ഓ മാതാവേ കാത്തുരക്ഷിക്കണമേ. നമ്മൾ പറഞ്ഞ മാതിരി വാർഷിക ആഘോഷം സ്നേഹതീരം ഓരോ ആഘോഷങ്ങളോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മിക്കവാറും ഇവിടെയുള്ള ഇൻമേറ്റ്സിന്റെ ബർത്ത്ഡേ പരിപാടികൾ, വാർഷികങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ കൂടെയാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് നമ്മുടെ ഒരു തീർത്ഥയാത്ര സ്ഥാപിക്കുന്നവരെ കൊണ്ട് നമ്മളിവിടെ നിന്ന് തീർത്ഥയാത്ര പോയത്. 2 തവണയായിട്ടാണ് നമ്മളത് കവർ ചെയ്തത്. എങ്കിലും അതും എല്ലാം ആദ്യം നമ്മളുടെ ഇന്നത്തെ ഫ്രാൻസിസ് അങ്കിള് പറഞ്ഞമാര്
സമാധാനം, ശാന്തി ഇത് ലഭിക്കാതെ ഇവിടെ എത്തിച്ചേരുന്നവരുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് മേഖല. എല്ലാവർക്കും പല പ്രാവശ്യം ഒന്ന് അറിയാമായിരിക്കും. അത് വല്ലപ്പോഴും മാവേലിവെന്നോടാണ് ഇവിടെ കൂടി എത്താറ്. എങ്കിലും ഇന്നും വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനും നിങ്ങളോടൊപ്പം ഇതിന് സ്നേഹപൂർവ്വം പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആർക്കും പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. എല്ലാവർക്കും സന്തോഷമാണ് എപ്പോഴും. അത് തന്നെയാണ് നമുക്ക് ഈ സ്നേഹതീരത്ത് വേണ്ടത്. ഒരിക്കൽ കൂടി മൈക്കിളിന്റെ അമ്മയുടെ ആത്മപ്രണാമം അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി മൈക്കിളിന്റെ അമ്മയുടെ ആത്മാശാന്തിക്ക് വേണ്ടി പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ പേര് ബസന്ത് കുമാർ. നേരത്തെ ഒക്കെ ഒരു 5-8 കൊല്ലം മുമ്പൊക്കെ എല്ലാ ആഴ്ചയും മൈക്കിളിന്റെ കൂടെ വൈകും മൈക്കിളിന്റെ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഈ ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് പണിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പല പ്രാവശ്യം വരാൻ ഭാഗ്യമുണ്ടായി. ഇൻമേറ്റ്സിനെ എല്ലാവരെയും കാണാനും അച്ഛനമ്മമാരെ കാണാനും ഒക്കെ ഭാഗ്യമുണ്ടായി. ഇപ്പോൾ പല അസൗകര്യങ്ങൾ കൊണ്ടും വരാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ യോഗയുടെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാം ഇവിടെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ ഇന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമസ്കാരം. ആവശ്യമില്ലാത്തൊരു ഭക്ഷണം അത് കഴിക്കില്ല. പക്ഷെ അതേസമയത്ത് മനുഷ്യനാണെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല ഭക്ഷണം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രകൃതിയോട് എങ്ങനെ ജീവിക്കുക, എന്താണ് ശരിയായ ഭക്ഷണം എന്നൊക്കെ ഗവേഷണം നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്രായമായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പൊ മൈക്കിളേട്ടൻ പറയാറുണ്ട്. ഇപ്പൊ പറഞ്ഞത് തന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമുക്കൊരവസ്ഥ എന്താണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. കാരണം നമ്മളുടെ ഒരു ആഗ്രഹം തുടങ്ങിയ പ്രശ്നം
അതിനുശേഷം ഡെവലപ്പ് ചെയ്ത് അതായത് ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് മുല്ലച്ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുടെ ശ്രമം കൊണ്ടാണ് ഈ നിലയിലൊക്കെ ചെയ്തത്. നമ്മുടെ മൈത്രിയെ ശരിക്കും സ്തുതിക്കേണ്ടതാണ് അദ്ദേഹത്തിന്. കാരണം ഞാനൊരു നന്ദി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം പി കേന്ദ്രസ്, കൊച്ചി നഗരസഭയുടെ കൗൺസിലർ പ്രിയപ്പെട്ട സേവപ്യാരി മുരേന്ദ്രൻ, ഇതിന്റെ മറ്റ് സംഘടനകളെ പ്രിയപ്പെട്ടവർ, ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഇവിടെ ചെലവഴിക്കാൻ ലഭിച്ച സമയത്തെ വളരെ സന്തോഷിക്കുക. തെരഞ്ഞെടുപ്പുകളിലാണ് ഞാൻ ആദ്യം ഇവിടെ കടന്നു വന്നത്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി ഞാനിവിടെ കടന്നു വന്നപ്പോൾ പിതൃവാത്സല്യത്തോടുകൂടി മാതൃവാത്സല്യത്തോടുകൂടിയാണ് ഈ സ്നേഹത്തിൻ്റെ ഓരോ അംഗങ്ങളും എന്നെ സ്വീകരിച്ചത്, അനുഗ്രഹിച്ചു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഈ നാടിൻ്റെ ജനപ്രതിയാകാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ നന്ദി പറയാനും നിങ്ങളെ കാണാൻ നോക്കിയിരുന്നു. ഇന്ന് ഈ ആലയത്തിൻ്റെ സ്നേഹദിനത്തിന് ഏറ്റവും സന്തോഷകരമായൊരു സുദിനമാണ്, എൻ്റെ വാർഷികമാണ്. നമ്മളിലുള്ള എല്ലാ അഭിരുചികളും ഇവിടെ നാം പുറത്തെടുക്കുകയാണ്. പാടാൻ അറിയുന്നവർ പാടും, നൃത്തം ചെയ്യാനവർ നൃത്തം ചെയ്യും. ഒരു മുഴുവൻ ദിവസം സന്തോഷിക്കുന്ന തരമാണ്. വാർഷികമല്ലാത്ത തരങ്ങളിലും നമുക്ക് സന്തോഷമാണ്. ഇത് പ്രത്യേകമായ സന്തോഷം. ഒരു കൂട്ടം നല്ല മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ഒരവസരം ഉണ്ടാകുന്നത്. ഇതിലൂടെ ദൈവ സാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യവും കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അന്തരിപ്പിച്ച നന്നായി നല്ല അന്തരീക്ഷത്തിൽ കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി മുൻകരുന്ന മുഴുവൻ ആളുകളെ ഞാൻ ഒരിക്കൽ കൂടി അനുവദിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ വാർഷികത്തിന് എല്ലാ നൽകുന്ന തമ്മിൽ വാക്കുകൾ ശ്രമിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹവും കുടുംബാംഗങ്ങളെ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന മുരുകേന്ദ്രൻ, അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ യു ആർ മോഹനൻ, മുരുകേന്ദ്രൻ, നമ്മുടെ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള മൈക്കേട്ടൻ, മല്ലപ്പൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ പൈസാറ്, മറ്റ് പ്രിയപ്പെട്ടവരെ, 16 വർഷക്കാലം പൂർത്തിയാവുകയാണ് ഈ സ്ഥാപനം എന്നിവിടെ വന്നിട്ട്. യഥാർത്ഥത്തിൽ അതിന്റെ വാർഷികാഘോഷത്തിനപ്പുറത്ത് മൈക്കിളിയേട്ടന്റെ അമ്മയുടെ 12 വർഷമായ അച്ചരമ്മ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒത്തുപൊളിപ്പിച്ചുകൊണ്ടാണ് പരിപാടിയുടെ പോയിക്കൊണ്ടിരിക്കുന്നത്.
കൊണ്ട്